started, facing at a photo they've taken. Space tree flying through the skies and petals happen everywhere. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഞങ്ങളൊരു ക്രിയേറ്റീവ് മോഡിലാണ് ഞങ്ങൾ രണ്ടുപേരും. നമ്മളുടെ കിച്ചണിൻ്റെ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള മെയിൻ പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വാൾപേപ്പറാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും വാൾപേപ്പർ എന്താണെന്ന്. ഇനിയിപ്പോൾ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചുമരിൽ ഒട്ടിക്കാൻ പറ്റും, ഇതുപോലത്തെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിക്കാൻ പറ്റും. മൂവബിളാണ്, അതാണ് മെയിൻ യൂസ്. ഞാൻ കാണിച്ചു തരാം. ഇത് എഴുതി കണ്ടു, നെയിം സ്ലിപ്പ് പോലത്തെ സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കിച്ചൻ്റെ. ഇത് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ റിമൂവബിൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടിക്കുന്ന ആ സർഫസ്, അതിപ്പോൾ ഒരു വാളാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൗണ്ടർ ടോപ്പ് ആണെങ്കിലോ അത് ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് അൺഈവൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് അത് ക്ലീൻ ആയിരിക്കണം ആ സർഫസ്, അല്ലെങ്കിൽ ചിലപ്പോൾ കീറി പോകാനും ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അല്ലെ ഇങ്ങനെ നമ്മൾ ഷീറ്റ് എടുക്കുമ്പോൾ, നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് എക്സ്ട്രാ എടുക്കണം. അതായത് താഴേന്ന് തൊട്ട് ഒട്ടിച്ച് തുടങ്ങണം. താഴേന്നും പിന്നെ സൈഡിൽ നിന്നും ഇതുമാതിരി എക്സ്ട്രാ ഷീറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഒട്ടിക്കാൻ പാടാവും. അതുകൊണ്ട് ഇവിടെ നല്ല ഒട്ടിക്കണ്ടേ, എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് സൈഡിലും ഇതുപോലെ എക്സ്ട്രാ വരണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടിക്കുമ്പോൾ ലെങ്ത് വൈസ് ഒട്ടിക്കണം. അതായത് ഇതിൻ്റെ എത്ര ലെങ്ത് ഉണ്ടോ അതുവരെയുള്ളത് ഡയറക്റ്റ്ലി ഒട്ടിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും. അതായത് ഇനി ഇങ്ങോട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. കുറേ കട്ടിങ്സ് വരും. അതിലും ഭേദം നമ്മൾ ലെങ്ത് വൈസ് ഒട്ടിക്കുക, അങ്ങോട്ട് അറ്റം വരെ. സിങ്ക് അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ മുകളിൽ കൂടെ തന്നെ ഒട്ടിച്ചു പോവുക. എന്നിട്ട് ആ ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വെട്ടി റെഡിയാക്കാൻ പറ്റും. അതെ. അപ്പൊ ഇനി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാം. അപ്പോൾ വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഒരു 95% കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അതായത് ചെറിയ സൈഡും പാച്ചസ് ഒക്കെ ചെയ്യാനുണ്ട്. അതല്ലാണ്ട് മെജോറിറ്റി ഓഫ് വർക്ക് കഴിഞ്ഞു. ഈ കിച്ചണിൻ്റെ അപ്പുറത്തെ സൈഡ് ആക്ച്വലി ചെയ്യണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ നമ്മൾ ഷീറ്റ് തീർന്നു പോയി. അപ്പം അത് വാങ്ങിയിട്ട് അപ്പുറത്തെ സൈഡും ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതിനകത്ത് എയർ ബബിൾസ് കാണും ചിലപ്പോഴൊക്കെ. അപ്പൊ അങ്ങനത്തെ എയർ ബബിൾസ് ഇതുപോലത്തെ എന്തെങ്കിലും ഷാർപ്പ് ഐറ്റംസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുത്തിയിട്ട് ഇപ്പൊ എയർ പുറത്തേക്ക് പോകും. അപ്പൊ കുറെ കൂടി നല്ല ഫ്ലാറ്റ് ആയിട്ട് തോന്നും. എല്ലാവർക്കും ഇപ്പൊ മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വൈറ്റ് ആയതുകൊണ്ട് ചെളിയാവില്ലേ, അങ്ങനത്തെയൊക്കെ പ്രശ്നമൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഈ മെറ്റീരിയലിന്റെ കാരണം കൊണ്ട് ഇത് വൈറ്റ് ആയാലും ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോ ഓൺലൈനൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലത്തെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ പറയുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ, ടേക്ക് കെയർ, സ്റ്റേ